കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഒരു വീഡിയോ പരമ്പരയുമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് മുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം സഹസ്രാബ്ദ വാഴ്ചയും പുതിയ ഭൂമിയും, അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയും പുതുവാന ഭൂമിയും എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയം തുടർമാനമായി ചില വീഡിയോകളിലൂടെ പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ലോകത്തിലുള്ളായിരിക്കുന്ന എല്ലാ വിശ്വാസികളും ഉപദേശകന്മാരും പഠിപ്പിക്കുന്ന സഭകളും എല്ലാവരും തന്നെ പറയുന്നതായിരിക്കുന്ന കാര്യം, കർത്താവായ യേശുക്രിസ്തു 1000 ആണ്ട് വാഴും. എന്നാൽ കർത്താവിനോട് കൂടെ വാഴുന്ന വിശുദ്ധന്മാർ എന്ന് പറയുന്നത് ഇന്നത്തെ സഭയാണ്, ബോഡി ഓഫ് ക്രൈസ്റ്റാണ്. ഇന്നത്തെ സഭ കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴും. സ്വർഗത്തിലേക്ക് ഉൽപ്രാപണത്തിൽ എടുക്കപ്പെട്ടതിന് ശേഷം സഭ വീണ്ടും കർത്താവ് ഈ ഭൂമിയിലേക്ക് തിരിച്ച് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി വരുമ്പോൾ സഭയും ആ കൂടെ വന്ന് കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴുമെന്നാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകം മുഴുവൻ പഠിപ്പിക്കുന്നത്. എന്നാൽ അതങ്ങനെ തന്നെയോ എന്നുള്ളതായിരിക്കുന്ന കാര്യം തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കുകയും നമുക്കൊന്ന് പഠിക്കുകയും ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിനകത്ത് ഈ സഹസ്രാബ്ദ വാഴ്ചയും പുതിയ ഭൂമിയും എന്നുള്ള വിഷയത്തിലെ പല കാര്യങ്ങൾ അതിനകത്ത് പറയാൻ കഴിയുന്ന അത്രയും കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യം ആർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ് എന്നുള്ളത് ഒന്നാമതായിട്ട് പറയാം. രണ്ടാമതായിട്ട് ഈ രാജ്യം എങ്ങനെയായിരിക്കും, അന്നത്തെ ജീവിത രീതികൾ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ആ ക്രമീകരണം അതൊക്കെ എങ്ങനെയായിരിക്കും, അന്നത്തെ ഭൂമിയുടെ പ്രത്യേകത എന്തൊക്കെയായിരിക്കാം, 1000 ആണ്ട് വാഴ്ചയിലെ ഭരണം എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എല്ലാവരെയും ഇത് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 1000 ആണ്ട് വാഴ്ച എന്നുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആർക്ക് കൊടുക്കുമെന്നാണ്. 1000 ആണ്ട് ആരാണ് ക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴുന്നത്? എന്തായാലും നമുക്കൊന്നും അറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാതി രാജാവായി 1000 ആണ്ട് ഭൂമിയെ വാഴും. അപ്പോൾ കർത്താവിനോട് കൂടെ വാഴുന്നതായിരിക്കുന്ന ആ വിശുദ്ധ ഗണം അവരാരാണ് എന്നുള്ളതാണ്. അത് ഒന്നാമതായിട്ട് ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമേ പറയട്ടെ, നമ്മളല്ല 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാഴുന്നത്. അങ്ങനെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നവർ ഒന്ന് തിരുത്തി മനസ്സിലാക്കുക. കാരണം നമ്മൾ ഭൂമിയിൽ വാഴുവാൻ വേണ്ടിയല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ വാഴുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നമ്മൾ സ്വർഗത്തിനുള്ളവരാണ്. അപ്പോൾ കർത്താവ് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന ഈ 1000 ആണ്ട് വാഴ്ചയ്ക്കുള്ളവരല്ല നമ്മൾ. ഞാൻ മുൻ വീഡിയോകളിലൂടെയെല്ലാം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവത്തിന് ഭൂമിയിൽ 2 പദ്ധതികളുണ്ട്, അല്ലെങ്കിൽ 2 തിരഞ്ഞെടുപ്പുണ്ട്. ഒന്ന് യഹൂദൻ എന്നുള്ളതായിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അതുമാത്രമല്ല, ആ പ്രോഗ്രാം താൽക്കാലികമായി ഹോൾഡ് ചെയ്തതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ കർത്താവ് സ്വർഗത്തിൽ നിന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ വിളിക്കുകയും പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നതായിരിക്കുന്ന മഹാരഹസ്യം, മർമ്മം, ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്നായിരിക്കുന്ന ആ മഹാരഹസ്യം ആയിരിക്കുന്ന കൃപായുഗം ആരംഭിക്കുകയും ചെയ്തു. ആ കൃപായുഗ വിശ്വാസികളാണ് നമ്മളെല്ലാവരും. നമ്മളെ പൗലോസ് അപ്പോസ്തലൻ തിരുവെഴുത്ത് പേര് വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ എന്നാണ്. അപ്പോൾ ഈ ശരീരമാകുന്ന സഭയ്ക്കല്ല 1000 ആണ്ട് വാഴ്ച വെച്ചിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടവരായിരിക്കുന്ന യഹൂദന്മാർക്കാണ് ഈ 1000 ആണ്ട് വാഴ്ച വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ യഹൂദൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും അവർക്ക് കൊടുത്തതായിരിക്കുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ചും ആണ് ഞാനിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോക ജനസംഖ്യ അല്ലെങ്കിൽ ജനതതി മുഴുവൻ സകല വിഗ്രഹങ്ങളെയും സകല ദേവീദേവന്മാരെയും ആരാധിച്ച് സത്യദൈവത്തെ ത്യജിച്ച് ലോകമഷളായി പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ തിരിച്ചറിഞ്ഞ് തന്നെ സ്നേഹിക്കേണ്ടതിനും
തൻ്റെ വഴികൾ തിരഞ്ഞെടുത്ത് ജീവിക്കേണ്ടതിനുമായിട്ട് ഭൂമിയിൽ ഒരു ഭാഗം ജനത്തെ, ഒരു ചെറിയ കൂട്ടം ജനത്തെ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചു. ആ ജനതയാണ് യഹൂദന്മാർ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതിനെക്കുറിച്ച് ഞാൻ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്തു. നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പം നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശമായിരിക്കേണ്ടതിന്, ദൈവത്തിന് സ്വന്തം ജനമായി അവകാശമായിരിക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുക്കുകയും മിസ്രയീമിൽ നിന്ന് അവരെ വിളിച്ചുകൊണ്ടുവരികയും ചെയ്തു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതിൻ്റെ തന്നെ 7-ാം അധ്യായത്തിൻ്റെ ആവർത്തന പുസ്തകം തന്നെ 7-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമായിരിക്കുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിൻ്റെ ദൈവത്തിന് നീ ഒരു വിശുദ്ധ ഗണമായി ഇരിക്കേണ്ടതിന് ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞുവല്ലോ, ദൈവത്തിൻ്റെ 2 തിരഞ്ഞെടുപ്പ്. അതിൽ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പാണ് യഹൂദൻ എന്ന തിരഞ്ഞെടുപ്പ്. രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് സഭ എന്ന തിരഞ്ഞെടുപ്പാണ്. ഇന്നത്തെ സഭ എന്ന തിരഞ്ഞെടുപ്പാണ്. ഇന്ന് യഹൂദൻ എന്ന പ്രോഗ്രാം അല്ല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കൃപായുഗമാണ്, അല്ലെങ്കിൽ സഭ എന്നുള്ളതായിരിക്കുന്ന ദൈവിക പ്രോഗ്രാമാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ആവർത്തന പുസ്തകം തന്നെ 14-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വീണ്ടും നമ്മളതിനെക്കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഇസ്രായേലിനോട് പറയുന്നതാണ്, നമ്മളോടൊന്നും പറയുന്നതല്ല. നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എത്ര പ്രാവശ്യമാണ് പറയുന്നത് എന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ജനതയെ ദൈവത്തിന് വേണ്ടി ദൈവം ഭൂമിയിൽ തനിക്ക് വേണ്ടി വേർതിരിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനുശേഷം അവർക്ക് ദൈവ വാഗ്ദത്തങ്ങളെ കൊടുത്തു. ആ ജനതയെ വിളിച്ച്, അവരുടെ പിതാവ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അബ്രഹാമിലൂടെയാണ് ഈ ജനം രൂപം കൊണ്ടതെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. അപ്പോൾ ആ അബ്രഹാമിനോട് തന്നെ ദൈവം ആദ്യം മുതലേ വാഗ്ദത്തങ്ങൾ കൊടുത്തു. ആ തിരഞ്ഞെടുക്കപ്പെട്ടായിരിക്കുന്ന ജനതയ്ക്ക് എന്താണ് കൊടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അവർക്ക് കൊടുത്തായിരിക്കുന്ന വാഗ്ദത്തം, ഭൂമി അവരുടെ നിത്യാവകാശമായിരിക്കും. ഭൂമിയാണ് അവർക്ക് നിത്യാവകാശമായി കൊടുക്കുക എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശം ഒക്കെയും ശാശ്വത അവകാശമായി തരും. അപ്പോൾ ഈ കനാൻ ദേശമാണ് ദൈവം തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെ, അതായത് ഇന്നത്തെ ഇസ്രായേൽ ദേശമാണ് തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിന് ദൈവം അവകാശമായി കൊടുക്കുമെന്ന് പറഞ്ഞ്, അതും ശാശ്വത അവകാശം എന്ന് പറഞ്ഞ്, അല്ലാതെ താൽക്കാലികമായി കുറച്ച് കാലത്തേക്ക് കൊടുക്കുന്നതായിരിക്കുന്ന ഒരു അവകാശമല്ല, ശാശ്വതമായിരിക്കുന്ന ഒരു അവകാശമായിട്ട് അത് അവർക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് ഭൂമി അവരുടെ ശാശ്വത അവകാശമായിരിക്കും. ആ ഭൂമി എന്ന് പറയുമ്പോൾ മുഴുഭൂമിയെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്. നമുക്കറിയാം ഇസ്രായേൽ ദേശമാണ്. ഇസ്രായേൽ ദേശം എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന ഒരു ചെറിയ പ്രദേശമല്ല, അതൊന്ന് ഓർക്കണേ. ചെറിയൊരു പ്രദേശമല്ല, വലിയൊരു ദേശമാണ്. സമുദ്രം മുതൽ സമുദ്രം വരെയും, മെഡിറ്ററേനിയൻ സമുദ്രം മുതൽ ചെങ്കടൽ വരെയും, അതുപോലെ നദി മുതൽ നദി വരെയും എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഭൂപ്രകൃതിയിൽ സിറിയ, ലെബനോൻ, ഇറാഖ്, ജോർദാൻ, മിസ്രൈമിൻ്റെ കുറേ ഭാഗങ്ങൾ, സൗദി അറേബ്യയുടെ കുറേ ഭാഗങ്ങൾ, ഇതെല്ലാം ചേരുന്നതായിരിക്കുന്ന ഒരു വലിയ പ്രദേശം. അതിരുകളൊക്കെ ദൈവം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനതെല്ലാം ദൈർഘ്യം ഭയന്ന് ഞാനതൊന്നും വായിക്കുന്നില്ല. അങ്ങനെ ഒരു വലിയ പ്രദേശം അവർക്ക് ശാശ്വത അവകാശമായിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വരെയും
അത്രയും വലിയ ഒരു പ്രദേശം ഇസ്രായേലിന് അവകാശമായിട്ട് കിട്ടിയില്ല. ഇന്നത്തെ ഇസ്രായേൽ നോക്കിയാൽ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ അവർക്കുള്ളൂ. കേരളത്തിൻ്റെ അത്രയും പോലും വലുപ്പമില്ലാത്തൊരു രാജ്യമാണ് ഇന്ന് അവർക്കുള്ളത്. എന്നാൽ നമ്മുടെ കർത്താവായി യേശുക്രിസ്തു രാജാവായി വാഴുന്ന 1000 ആണ്ടിൽ ഇവർക്ക് പ്രോമിസ് ചെയ്തായിരിക്കുന്ന ഈ രാജ്യം മുഴുവൻ, ഈ അതിർത്തി മുഴുവൻ, അവരുടെ അതിർത്തിക്കുള്ളിലുള്ള സ്ഥലം മുഴുവൻ അവരുടേതായിട്ട് തീരും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അത് വലിയൊരു ഭൂപ്രദേശമാണ്. ഇന്നത്തെ പല രാജ്യങ്ങൾ കൂടുന്നതായിരിക്കുന്ന ഒരു വലിയ പ്രദേശമാണ്. അത് അവർക്ക് ശാശ്വതമായിരിക്കുന്ന അവകാശമായിട്ട് കൊടുക്കും എന്നാണ് നമ്മൾ കാണുന്നത്. അബ്രഹാമിനോട് പറയുന്നില്ലേ, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക, നീ നിൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന ദേശം മുഴുവൻ ഞാൻ നിനക്ക് നിൻ്റെ സന്തതിക്ക് അവകാശമായിട്ട് തരും. നീ ഉള്ളംകാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് നിൻ്റെ സന്തതിക്കും അവകാശമായിട്ട് തരുമെന്നൊക്കെ അബ്രഹാമിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കർത്താവായി യേശുക്രിസ്തു 1000 ആണ്ട് വാഴുമ്പോൾ അവർക്ക് ആ വിധത്തിൽ ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ഭൂപ്രദേശം അവരുടെ രാജ്യമായിട്ട് അവകാശമായിട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ യഹൂദൻ എന്ന ഒരു ജനത്തെ വിളിച്ച് വേർതിരിച്ചു തൻ്റെ അവകാശമായിരിക്കേണ്ടതിന്. എന്നിട്ട് അവർക്ക് ഭൂമിയിൽ ഒരു അവകാശം, ശാശ്വത അവകാശമായി, നിത്യാവകാശമായി കൊടുക്കുമെന്ന് ഒന്നാമതായിട്ട് വാഗ്ദത്തം ചെയ്തു. രണ്ടാമത് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞായിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്നറിയാമോ? അവർക്കൊരു നിത്യരാജാവിനെ കൊടുക്കുമെന്ന് പറഞ്ഞു. നിത്യരാജാവിനെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവകാശമുള്ളവൻ, യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നതായിരിക്കുന്ന ഒരു വാഗ്ദത്ത വചനമാണ്, ഒരു അനുഗ്രഹ വചനമാണ്. യാക്കോബിൻ്റെ മരണസമയമായപ്പോൾ യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പറയുന്നതാണ്. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദിയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. അപ്പോൾ ഒരു നിത്യരാജാവിനെ അവർക്ക് കൊടുക്കുമെന്നാണ്. ഈ നിത്യരാജാവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത രാജ്യത്വം, ഒരിക്കലും അവസാനിക്കാത്ത മരണത്തിലൂടെ നീക്കപ്പെടാത്ത രാജാവ്. അങ്ങനെ ഒരു രാജാവ് ഇന്ന് വരെ അവർക്കുണ്ടായിട്ടില്ലല്ലോ. അവർക്ക് ഒരുപാട് രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല. ആ രാജാവാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും 16-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നത് ദാവീദിന് നിത്യമായിരിക്കുന്ന ഒരു സിംഹാസനം കൊടുക്കുമെന്നും ദാവീദിൻ്റെ സന്തതി നിത്യരാജാവായി വാഴുമെന്നും പറഞ്ഞാണ്. ശലോമോനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് വായിക്കുമ്പോൾ നമുക്ക് തോന്നുമെങ്കിലും അതൊരിക്കലും ശലോമോനെക്കുറിച്ചല്ല. ശലോമോൻ അല്പം കഴിഞ്ഞപ്പോൾ തന്നെ 40 വർഷം മാത്രമേ വാണുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ശലോമോൻ മരിച്ചുപോയി എന്നറിയാം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ശമൂവേൽ 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ എൻ്റെ നാമത്തിന്, ദാവീദിനോട് ശലോമോനെക്കുറിച്ച് പറയുകയാണ്, അവൻ എൻ്റെ നാമത്തിന് ഒരാലയം പണിയും, ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. എന്നേക്കും സ്ഥിരമായ രാജ്യത്വമായിരിക്കും നിൻ്റെ മകൻ്റേത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശലോമോനെക്കുറിച്ചാണെന്ന് നമുക്ക് തോന്നിയാലും അല്ല. കാരണം ശലോമോൻ്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമായിരിക്കുന്നതല്ല. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിൻ്റെ ഗ്രഹവും നിൻ്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിൻ്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. കണ്ടോ? നിൻ്റെ ഗ്രഹവും നിൻ്റെ രാജ്യത്വവും എന്നേക്കും സ്ഥിരമായിരിക്കും, നിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും, ഇരിക്കും എന്നാണ്. അപ്പോൾ ഇത് ശലോമോനെക്കുറിച്ചല്ല പറഞ്ഞത്. ഇത് ഇസ്രായേലിന് ഒരു രാജ്യം കൊടുക്കുമെന്ന് പറഞ്ഞായിരിക്കുന്ന ദൈവം ഇസ്രായേലിന് ഒരു രാജാവിനെയും കൊടുക്കും. നിത്യനായിരിക്കുന്ന ഒരു രാജാവിനെ, ഒരിക്കലും സിംഹാസനം ഇളകിപ്പോകാത്തതായിരിക്കുന്ന, മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരാതെ വണ്ണം സ്ഥിരമായിരിക്കുന്ന ഒരു രാജാവിനെ കൊടുക്കും എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ രാജാവ് ശലോമോനല്ല. ഈ രാജാവാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യഹൂദന്മാരുടെ രാജാവായിട്ടാണ് നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നതും ജനിച്ചതും എന്നുള്ളത് നമുക്കറിയാമല്ലോ. കർത്താവ് ജനിച്ചപ്പോൾ കിഴക്കുന്ന് വന്ന വിദ്വാൻമാർ ചോദിച്ചത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ്. കർത്താവ് മരിച്ചപ്പോൾ കർത്താവിൻ്റെ കുരിശിൽ മേലെഴുത്തായിട്ട് വെച്ചത് ഇവൻ യഹൂദന്മാരുടെ രാജാവെന്നാണ്. പീലാത്തോസ് വിധിച്ചപ്പോഴും നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാനാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ രാജ്യത്വമാണ്, കർത്താവിനെ കുറിച്ചാണ് ഈ എന്താ പറയുന്നത് യെശയ്യാ പ്രവാചകനോട് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് അനേകം പ്രവചനങ്ങളുടെ ഈ പ്രവചനങ്ങളെല്ലാം ഒന്നും ഞാൻ വായിക്കുന്നില്ല. എന്നാൽ ഒരു വാക്യം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും.
അവിടെ അങ്ങനെ ആ കാര്യങ്ങൾ ഒരു രാജാവ് നീതിയോടെ വാഴും. നീതിയോടെ വാഴുന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവ് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുരുടന്മാരും മറ്റും കർത്താവിനെ വിളിച്ചത് ദാവീദ് പുത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ, യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നാണ്. അതെന്താ ഈ ദാവീദ് പുത്ര എന്ന് വിളിച്ചേ? അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ പുത്ര എന്നോ യാക്കോബിൻ്റെ പുത്ര എന്നൊക്കെ വിളിക്കാൻ പാടില്ലായിരുന്നോ? ഇല്ല, വിളിച്ചത് എങ്ങനെയാണ്? ദാവീദ് പുത്ര എന്നാണ് വിളിച്ചത്. കാരണം എന്താണെന്നറിയാമോ? ദാവീദ് അവരുടെ രാജാവായിരുന്നു. ദൈവം ഇസ്രായേലിന് കൊടുത്തായിരിക്കുന്ന രാജാവായിരുന്നു ദാവീദ്. ആ ദാവീദിൻ്റെ സിംഹാസനം എന്നേക്ക് സ്ഥിരമായിരിക്കും എന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവിനെ കുറിച്ചാണെന്ന് അവർക്കെല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. ഇസ്രായേൽ ജനത്തിന് അറിയാമായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു വ്യക്തി വരും, സ്വർഗം നിയമിക്കുന്ന ഒരു വ്യക്തി വരും, അവൻ ഞങ്ങളുടെ നിത്യരാജാവായിരിക്കുമെന്ന് ഇസ്രായേലിനൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ ദാവീദ് പുത്ര എന്ന് കർത്താവിൻ്റെ ജീവിതകാലത്ത് വിളിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ഈ രാജാവ് വന്നെങ്കിൽ മാത്രമേ അവരുടെ രാജ്യം യഥാസ്ഥാനത്താകുകയുള്ളൂ. അത് മനസ്സിലാകണം. രാജാവില്ലാതെ രാജ്യം കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പോൾ അവർക്ക് രാജ്യം ഇന്നുണ്ടെങ്കിലും ഇന്ന് അവർക്ക് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന രാജാവ് ഇതുവരെയും വന്നിട്ടില്ല എന്നറിയാൻ പാടില്ലേ? അപ്പോൾ ആ രാജാവ് ഭൂമിയിൽ വരുമ്പോൾ മാത്രമേ അവരുടെ രാജ്യം ഇളക്കമില്ലാത്തതായി, ശത്രു സൈന്യങ്ങൾ ആക്രമിച്ച് കീഴടക്കാത്തതായിരിക്കുന്ന ഒരു രാജ്യമായി, ശാശ്വതമായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് അവർക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 11-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ രാജ്യം. ആ ക്രിസ്തുവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് യഹൂദന് വാഗ്ദത്തം ചെയ്ത 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തോന്നുന്നു സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അല്ല, സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള, നിത്യരാജ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വാഴ്ച നിത്യ വാഴ്ചയാണ്, നിത്യരാജാവാണ്. അവർക്ക് ശാശ്വതമായി കൊടുക്കുന്നതായിരിക്കുന്ന ഒരു അവകാശമാണ് ആ രാജ്യം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം കൂടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 7-ാം അധ്യായം ദാനിയേൽ 7-ന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്നു. അവിടെ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തൊക്കെയും മനുഷ്യപുത്രൻ 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 എന്ന് തന്നെ പരിചയപ്പെടുത്തിയപ്പോഴൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞേ? മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു, മനുഷ്യപുത്രൻ 3-ാം നാൾ ഉയർത്തി നിൽക്കും, മനുഷ്യപുത്രനെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും, മനുഷ്യപുത്രൻ എന്നല്ല പറഞ്ഞത്. ആ മനുഷ്യപുത്രൻ എന്ന് കർത്താവോട് പറയാനായിട്ട് കാരണം എന്നറിയാവോ? ദാനിയേലിൻ്റെ ഈ പ്രവചനത്തിലെ മനുഷ്യപുത്രൻ താനായതുകൊണ്ടാണ്. മനസ്സിലായോ? അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊന്ന് വായിച്ചു നോക്കിയേ. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്നു. വയോധികൻ എന്ന് പറഞ്ഞാൽ പിതാവായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്ത് വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. കണ്ടോ, ഇത് നമ്മുടെ കർത്താവിനെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് തന്നെ യഹൂദന്മാരുടെ രാജാവായി തീരേണ്ടതിനും അവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കേണ്ടതിനുമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്താ പറഞ്ഞത്? എന്ത് സുവിശേഷമാണ് പറഞ്ഞത്? നമ്മളിന്ന് പ്രസംഗിക്കുന്ന സുവിശേഷമാണ് പറഞ്ഞത്. യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ എന്ത് സുവിശേഷമാണ് പറഞ്ഞത്? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോഴും പ്രസംഗിച്ച അതേ കാര്യം തന്നെയല്ലേ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ കാത്തിരിക്കുന്നതായിരിക്കുന്ന അവരുടെ രാജ്യം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാനായിട്ട് പോകുന്നു. അതിൻ്റെ രാജാവ്
വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കാനായിട്ട് പോകുന്നു. നമ്മൾ എത്തിപ്പോയി, രാജ്യം നമ്മുടെ കൈപ്പിടിയിൽ എത്തിക്കഴിഞ്ഞു. അതാ സ്വർഗ്ഗരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിക്കാനല്ലേ ശിഷ്യന്മാരെ പറഞ്ഞയച്ചേ, 12 ശിഷ്യന്മാരെ പറഞ്ഞയച്ചേ. ആ സുവിശേഷം അല്ല കേട്ടോ നമ്മുടെ സുവിശേഷം. അത് നമ്മൾ മനസ്സിലാക്കണം. അത് യഹൂദന് പ്രോമിസ് ചെയ്ത സുവിശേഷമാണ്, അത് യഹൂദനോടുള്ള സുവിശേഷമാണ്. അത് നമ്മുടെ സുവിശേഷമല്ല. ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന് യഹൂദൻ്റെ സുവിശേഷം എന്താണെന്നും ഇത് ആരോടാണ് ഈ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുമെന്ന് പറയുന്നത് ആരോടാണെന്നൊന്നും അവർക്കറിയില്ല. അവർ പറയുന്നത് എല്ലാം നമ്മളോടെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാനാണ്, ഞങ്ങളൊക്കെ ഇത് ഒരുപാട് പറഞ്ഞ് മടുത്തു. അതുകൊണ്ട് ഞാൻ അധികം ആവർത്തിക്കുന്നില്ല. നമ്മളോടൊന്നും അല്ല ഇത് പറഞ്ഞത്. ഇത് യഹൂദന് വാഗ്ദത്തം ചെയ്ത രാജ്യം സമീപിച്ചിരിക്കുന്നു, നമ്മളതിലേക്ക് കടക്കാനായിട്ട് പോകുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. പിന്നെ യോഹന്നാൻ സ്നാപകനും കർത്താവും വന്നിട്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവിനെന്ന് വിളിച്ച് പറഞ്ഞാൽ ഒരു ജാതീയനോട്, നമ്മളെപ്പോലുള്ള ഒരു ജാതീയനോട്, തിരുവെഴുത്ത് എന്താണെന്നറിയാത്ത, തിരുവെഴുത്ത് വായിക്കാത്ത ഒരു മനുഷ്യനോട് അന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ജാതീയനായിരിക്കുന്ന ആളുകൾ എന്ത് ചോദിക്കും? എന്ത് ദൈവരാജ്യം, എന്ത് സ്വർഗ്ഗരാജ്യം, താൻ എന്തൊക്കെയായി പറയുന്നത്? ഇത് എവിടേക്ക് വരുമെന്ന്, എന്ത് വരുമെന്നാണ് നിങ്ങളീ പറയുന്നതെന്ന് ചോദിക്കില്ലേ? എന്നാൽ യഹൂദൻ അങ്ങനെ ചോദിച്ചോ? എന്താ കാരണം ചോദിക്കാത്തതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രതീക്ഷയാണ്, അവരുടെ കാത്തിരിപ്പാണ്. സ്വർഗത്തിൻ്റെ രാജ്യം, സ്വർഗം വാഴ്ച നടത്തുന്നതായിരിക്കുന്ന ഭൂമിയിലെ രാജ്യം, അതാ സ്വർഗ്ഗരാജ്യം. അല്ല സ്വർഗത്തിലേക്ക് പോയിട്ട് സ്വർഗത്തിലെ രാജ്യം എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം വാഴ്ച നടത്തുന്ന ഭൂമിയിലെ അവർ കാത്തിരിക്കുന്ന രാജ്യം. അതുകൊണ്ടാണല്ലോ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച. അത് അവരെ പഠിപ്പിച്ചത്, യഹൂദന്മാരെ പഠിപ്പിച്ച. ഇന്നത്തെ ക്രിസ്ത്യാനികൾ വേണമെങ്കിൽ ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും അത് ചൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഒരർത്ഥവും ഇല്ല, ഒരു കാര്യവും ഇല്ല. അത് യഹൂദനെ പഠിപ്പിച്ചതാണ്. അവരോടാണ് പറഞ്ഞത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കുമെന്ന് പറഞ്ഞാൽ അവരോടാണ്. അവർ കാത്തിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ രാജ്യം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒലിവുമലയിൽ ഇരിക്കുമ്പോഴും ശിഷ്യന്മാരെന്താ ചോദിച്ചത്? കർത്താവേ, നീ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് ഇക്കാലത്ത് തന്നെയോ എന്നല്ലേ ചോദിച്ചേ. അവർക്കാകെ ഭൂമിയിലേക്ക് ദൈവരാജ്യം വരുന്നതേ അവർക്ക് അറിയുള്ളന്നേ. അതാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. അതിനുവേണ്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർക്ക് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന കാര്യം യഹൂദനെ തിരഞ്ഞെടുത്ത് തനിക്ക് വേണ്ടി വേർതിരിച്ചു. എന്നിട്ട് അവർക്ക് വാഗ്ദത്തം ചെയ്തത് ഒരു ഭൂമിയാണ്, അവർക്ക് ഭൂമിയാണ്. രണ്ടാമത് അവർക്കൊരു രാജാവിനെ കൊടുക്കും എന്നാണ് അവർക്ക് വാഗ്ദത്തം ചെയ്തത് എന്ന് ഉള്ളത് മനസ്സിലായല്ലോ. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നാലാമത്തെ ഒരു കാര്യം കൂടെ പറയട്ടെ. അവരെ എന്നേക്കും ദൈവത്തിൻ്റെ, അതായത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന യഹൂദന്മാർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും എന്ന് പറഞ്ഞു. എന്നേക്കും അവർ രാജാക്കന്മാരായിരിക്കും എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കുക. അവരെയാണ് രാജകീയ പുരോഹിത വർഗം എന്ന് വിളിച്ചിരിക്കുന്നത്, നമ്മളെ അല്ല കേട്ടോ. പത്രോസിൻ്റെ ലേഖനത്തിലൊക്കെ രാജകീയ പുരോഹിത വർഗം എന്ന് കണ്ടിട്ട് ക്രിസ്ത്യാനികൾ പറയുമോ, നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗം, നമ്മൾ രാജകീയ പുരോഹിത വർഗം എന്ന് പറയും. ഈ പത്രോസൊക്കെ ലേഖനം എഴുതിയത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കല്ലേ? നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഈ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ലേഖനം എഴുതിയത് യഹൂദന്മാർക്കാണ്. അത് നമ്മുടെ പ്രോഗ്രാമല്ല, കൃപായുഗത്തിൻ്റെ പ്രോഗ്രാമും അല്ല, കൃപായുഗ വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയതുമല്ല. നമ്മളല്ല രാജകീയ പുരോഹിത വർഗം, അവരാ രാജകീയ പുരോഹിത വർഗം എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ എന്താണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. ആരാ രാജകീയ പുരോഹിതന്മാർ? ആരാ ഈ പുരോഹിത വർഗം? അല്ലെങ്കിൽ ആരാ രാജാക്കന്മാരാക്കുമെന്നാണ് പറഞ്ഞത്? ഇത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു എന്നാണ് മോശയോട് പറഞ്ഞത്. അല്ലാതെ ലോകത്തിലുള്ളായിരിക്കുന്ന എല്ലാ മനുഷ്യരോടും പറയേണ്ടുന്ന വചനങ്ങളാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ രാജാക്കന്മാരും രാജകീയ പുരോഹിത വർഗമൊക്കെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക. അത് യഹൂദന്മാരാണ്. ദൈവം കർത്താവായ യേശുക്രിസ്തു 1000 ആണ്ട് വാഴാൻ ഭൂമിയിലേക്ക് വരുമ്പോൾ അന്ന് കർത്താവിനോട് കൂടെ കർത്താവ് തിരഞ്ഞെടുക്കപ്പെടുന്നതായിരിക്കുന്ന യഹൂദന്മാർ, ആ വിശുദ്ധന്മാരാണ് രാജാക്കന്മാരെ പോലെ ഭൂമി മുഴുവൻ വാഴുന്നത്.
ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് ഞാൻ 1-2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കട്ടെയോ? ദാനിയേൽ പ്രവചനം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. എന്നാൽ അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച്, ആരുടെ വിശുദ്ധന്മാരാ? അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. ഇതൊന്നും ക്രിസ്ത്യാനികളെക്കുറിച്ച് പറഞ്ഞൊന്നുമല്ല, പുതിയ കൃപായുഗ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞ വാഗ്ദത്വമൊന്നുമല്ല. ദാനിയേൽ പുസ്തകം എഴുതുന്ന ആർക്ക് വേണ്ട? ഇസ്രായേൽ ജനത്തിന് വേണ്ട, നിൻ്റെ ജനത്തിന് എന്നാണ് പറഞ്ഞത്. നിൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനെന്ന് പറഞ്ഞ് ദാനിയേലൊക്കെ എഴുതുന്ന അവർക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അവർ സദാകാലം രാജ്യത്ത് അനുഭവിക്കും. അതിൻ്റെ ദാനിയേലിൻ്റെ തന്നെ 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വയോധികനായവൻ വന്നു അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്തെ കൈവശമാക്കുകയും ചെയ്യുന്ന കാലം വരും. മനസ്സിലാക്കുക. അപ്പോൾ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാഴുന്നത് ആരാ? നമ്മളാണോ? നമ്മളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. നമ്മളാണ് ക്രിസ്തുവിനോട് കൂടെ വാഴുന്നത്. നിങ്ങളൊന്ന് തിരിച്ചറിയൂ. ഇത് അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ എന്നൊക്കെ ദാനിയേലിൽ പറഞ്ഞിരിക്കുന്ന അന്ന് നമ്മളൊന്നും ഇല്ലെന്നേ. അന്ന് നമ്മളൊന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്നേ. അന്ന് കൃപായുഗം ആരംഭിച്ചിട്ടില്ലെന്നേ. ഇത് പറഞ്ഞത് യഹൂദന്മാരോടാണ്. അവരോട് പറയാം, വയോധികനായവൻ വന്ന് അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യും. ഒരു ഭാവി കാലത്തെക്കുറിച്ചാണ് ദാനിയേൽ പറയുന്നത്. ഇതാ 1000 ആണ്ട്. ഇതിനാ ക്രിസ്തു രാജാവായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്. മനസ്സിലാക്കുക. അതിൻ്റെ 27-ാമത്തെ വാക്യം നോക്കുക. അതായത് ഒക്കെ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലാണ്. 27-ാം വാക്യം നോക്കുക. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതൻ തൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. എത്ര വ്യക്തമാണെന്നൊക്കെ. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. അവൻ എന്ന ഏകവചനം പറഞ്ഞത് യഹൂദന്മാരുടെ ഇടയിൽ യഹൂദനായി വന്നായിരിക്കുന്ന ക്രിസ്തു അവരുടെ രാജാതിരാജാവ്. ആ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ അത്യുന്നതനായവൻ്റെ യഹൂദന്മാർ 1000 ആണ്ട് ഭൂമിയെ വാഴും. അതിനെക്കുറിച്ച് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെക്കുറിച്ചാട്ടോ പത്രോസ് പറഞ്ഞത്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗവുമാവുന്നു എന്ന് പറഞ്ഞില്ലേ പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്ന 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. ഇത് യഹൂദന്മാർക്ക് എഴുതിയ ലേഖനമാണ്. ഇതൊന്നും നമ്മോട് പറഞ്ഞതല്ല. അപ്പോൾ ദൈവവചനത്തെ യഥാർത്ഥമായി വിഭാഗിച്ച് പഠിക്കണം. യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നും ആരൊക്കെ എഴുതിയതാണ് യഹൂദന്മാർക്കുള്ളതെന്നും നമുക്ക് എഴുതിയത് ആരെഴുതിയതാണെന്നൊക്കെ വേർതിരിച്ച് പഠിക്കണം. ഇതെല്ലാം ഞങ്ങൾ മുൻ വീഡിയോകളിൽ ഞാനും ഗേറ്റ് മിനിസ്ട്രിയിലെ തോമസ് സാറുമൊക്കെ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പൗലോസിലൂടെ എഴുതപ്പെട്ടതായിരിക്കുന്ന 13 ലേഖനങ്ങളാണ് നമ്മുടെ പ്രമാണ ഗ്രന്ഥങ്ങൾ. ഈ പത്രോസും യാക്കോബും യോഹന്നാനും യൂദയും ഒക്കെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ യഹൂദ പശ്ചാത്തലത്തിൽ യഹൂദന്മാരോട് പറയുന്നതാണ്. അവരോടാണ് പറഞ്ഞത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. അവർ രാജാക്കന്മാരുമായിരിക്കും, അവർ പുരോഹിതന്മാരുമായിരിക്കും എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നു. ഇവരെ ചേർത്തുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വന്ന് 1000 ആണ്ട് ഭൂമിയെ വാഴുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ വിഷയം പഠിക്കാനായിട്ടെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൽ നോക്കിയേ. വെളിപ്പാട് പുസ്തകത്തിലെ 5-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗം കൂടെ വായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ അവിടെ വായിക്കുകയാണ്. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. ഈ പുസ്തകം എന്തിൻ്റെ പുസ്തകം? എന്ത് മുദ്രയിട്ട പുസ്തകമാണെന്നറിയാമോ? ഈ ഭൂമിയുടെ അവകാശത്തിൻ്റെ പുസ്തകം. ഈ സകലവും തൻ്റെ കൈക്കീഴിലാക്കിയ, തൻ്റെ കുരിശ് മരണം കൊണ്ടും
താൻ മനുഷ്യനായി ജയിച്ചതുകൊണ്ടും ജയം പ്രാപിച്ചതുകൊണ്ടും ആ പുസ്തകം വാങ്ങാനും ആ അവകാശപത്രം വാങ്ങാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കാനും യോഗ്യം നമ്മുടെ കർത്താവ് മാത്രമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ പുസ്തകം വാങ്ങി മുദ്ര പൊട്ടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നിരിക്കുന്ന വിശുദ്ധന്മാരായിരിക്കുന്ന എല്ലാവരും, അവിടുത്തെ മൂപ്പന്മാരും ജീവികളും ഒക്കെയും കൂടെ പറയുന്ന കാര്യമാണ്. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. നിൻ്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഇതൊരു ഈ വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന പുസ്തകമെന്ന് അറിയാമല്ലോ. ഈ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ 1000 ആണ്ട് വാഴ്ച തുടങ്ങിയിട്ടില്ല. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങളിത് വായിച്ച് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. എന്താണ്? നീ വിലയ്ക്ക് വാങ്ങിയത് ആരൊക്കെയെന്ന് പറഞ്ഞാൽ നീ അറുക്കപ്പെട്ടു, നിൻ്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും. ഗോത്രങ്ങളാരാ? യഹൂദന്മാരാ അല്ലേ? അറിയാം, എല്ലാവർക്കും അറിയാം. സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും. ഇതൊക്കെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇവിടെ ഈ ഭാഷയും വംശം എന്നൊക്കെ പറഞ്ഞാൽ യഹൂദന്മാരന്ന് സകല ജാതികളുടെ ഇടയിൽ ചിതറിക്കിടക്കുകയാണെന്നേ. ലോകത്തിൻ്റെ അറ്റത്തോളം ചിതറിക്കിടക്കുക ഈ ജനത. നമുക്കറിയാമല്ലോ, പെന്തക്കോസ്ത് ദിനത്തിൽ എത്ര രാജ്യങ്ങളിൽ നിന്നുള്ളായിരിക്കുന്ന യഹൂദന്മാരാ പെന്തക്കോസ്ത് ദിനം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവിടെ വന്നുകൂടിയത്. വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ യഹൂദന്മാരാണ്. പക്ഷേ അവർ ഏത് രാജ്യങ്ങളിലാണോ ജീവിക്കുന്നത് അവിടുത്തെ സംസ്കാരത്തിൽ വളർന്നു, അവിടുത്തെ ഭാഷ പഠിച്ചു, അവിടുത്തെ ഭാഷയിൽ സംസാരിക്കുന്നവരാണ്. കേരളത്തിൽ പോലും മലയാളം സംസാരിക്കുന്ന എത്ര യഹൂദന്മാരുണ്ട് നമുക്കറിഞ്ഞുകൂടെ? ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ പോയി എന്നാണ് കേട്ടെ. എന്നാൽ ഇവരെക്കുറിച്ചാണ്, ഈ യഹൂദന്മാരെക്കുറിച്ചാണ് പറയുന്നത്. അവർ ചിതറിക്കിടക്കുന്നവരാ. അതുകൊണ്ട് കർത്താവ് മത്തായി സുവിശേഷത്തിലൊക്കെ പറഞ്ഞാൽ ഞാൻ നാനാ ദിക്കിൽ നിന്നും എൻ്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടും, ഞാൻ എല്ലാവരെയും ഒന്നിച്ച് ചേർക്കും, ഒരു മണി പോലും നിലത്ത് വീഴാതെ ഞാൻ അവരൊക്കെയും എൻ്റെ ദൂതന്മാരെ അയച്ച് ഞാൻ അവരെല്ലാം കൂട്ടി വരുത്തും എന്നൊക്കെ പറയുന്നത്. ഈ യഹൂദന്മാരെ കൂട്ടിച്ചേർക്കുമെന്നൊക്കെ ഈ പറയുന്നത്, അല്ലാതെ നമ്മളെ കൂട്ടിച്ചേർക്കുന്നൊന്നും അല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ഈ ജാതി ആരാന്ന് ചോദിക്കും നിങ്ങളെന്നോട്. ഇവിടെ ജാതികൾ എന്ന് പറഞ്ഞില്ലേ, ജാതിയിലും നിന്നുള്ളവരെ. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിലെ കിങ് ജെയിംസ് വേർഷനിൽ അതൊന്ന് വായിച്ചു നോക്കിയേ. ജാതികൾ, ജാതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ജെൻഡയിൽ നിന്നാണ്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നേഷൻ എന്നാണ്. നേഷൻ അത് വിവർത്തനം ചെയ്തപ്പോൾ മലയാളത്തിലേക്ക് അത് ജാതികളെന്നാക്കി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സകല രാജ്യങ്ങളിലുമുള്ളവരെ ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ജെൻഡയിൽ നിന്നുള്ളായിരിക്കുന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന, നേഷൻസ് എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് ഈ പറയുന്നത് അത് ഇസ്രായേൽ ചിതറിക്കിടന്ന ഇസ്രായേലിനെ വിലയ്ക്ക് വാങ്ങിയെന്ന് അവിടെ പറഞ്ഞത്. അവരെ എന്താക്കി ചേർത്തു? അവരെ എല്ലായിടത്തും രാജാക്കന്മാരാക്കി വെച്ചു. അവിടെ വായിക്കുന്നത് അങ്ങനെയല്ലേ? അവർ ഭൂമിയിൽ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. രാജ്യത്വവും പൗരോഹിത്യമൊക്കെ അവർക്കുള്ളതാന്നേ. നമ്മളൊന്നും പുരോഹിതന്മാരല്ലെന്നേ. പൗലോസിൻ്റെ എഴുത്തുകളിൽ നമ്മൾ പുരോഹിതന്മാരാണെന്ന് എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ പുരോഹിതന്മാരല്ല. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട്. അപ്പോൾ ഭൂമിയിൽ 1000 ആണ്ട് വാഴുന്നത് അവരാ, യഹൂദന്മാരാണ് നമ്മുടെ കർത്താവിനോട് കൂടെ വാഴുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണമേ ഈ കാര്യങ്ങൾ പഠിക്കാൻ എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം തന്നെ 20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ആരാ ഭൂമിയെ വാഴുന്നത്? ഈ 1000 ആണ്ട് വാഴ്ച ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തതാണ്? ആർക്ക് വാഗ്ദത്തം ചെയ്തതാണ്? ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അവർ ജീവിച്ച് ഈ നെറ്റിമേലും കൈമേലും ഒക്കെ സാധാരണ മുദ്ര ഏൽക്കാത്തവരെന്നൊക്കെ പറയുന്നത് ഈ മുദ്ര ഏൽക്കാതെ രക്ഷപ്പെടുന്ന, അതായത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ എന്നൊക്കെ പറയുന്നത് മഹാപീഡനകാല യഹൂദന്മാരെ കുറിച്ചാണ്. എന്നാൽ അവരിൽ ഒരുപാട് പേര് കർത്താവിന് വേണ്ടി അന്ന് മരിച്ചു വീഴും. ആ മരിച്ചു പോയവരൊക്കെ ഉയർത്തെഴുന്നേറ്റിട്ട് ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം യഹൂദന്മാരോട് പറയുന്ന ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഈ വാക്യങ്ങളെല്ലാം എടുത്ത് ജാതികളായ നമ്മളോട് പറഞ്ഞതാ, നമ്മളോട് പറഞ്ഞാന്നും പറഞ്ഞുകൊണ്ടങ്ങ്
അങ്ങ് പ്രസംഗിക്കുകയാണ്, അങ്ങ് ജനത്തെ അങ്ങ് എന്തൊക്കെയോ ധരിപ്പിച്ച് വെക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, സഭയുടെ കാലഘട്ടം ഉൽപ്രാപണത്തോടു കൂടെ ഭൂമിയിൽ അവസാനിക്കും. പൗലോസിന് ആ കാര്യം വെളിപ്പെടുത്തി കൊടുത്തത് പൗലോസിന് മാത്രമേ അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളൂ. സഭ സ്വർഗത്തിലേക്ക് പോയ കർത്താവ് സ്വർഗത്തിൽ നിന്ന് പൗലോസിനെ വിളിച്ച്, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റ്, സ്വർഗത്തിലേക്ക് പോയ കർത്താവ് സ്വർഗത്തിൽ നിന്ന് പൗലോസിനെ വിളിച്ച് തുടങ്ങിയതായിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ദൈവത്തിൻ്റെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പാണ് സഭ എന്ന് പറയുന്നത്. ഈ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ആ സഭ ഉൽപ്രാവണത്തിൽ കർത്താവ് വന്ന് സ്വർഗത്തിലേക്ക് ചേർക്കുന്നതോടുകൂടെ ആ പ്രോഗ്രാം കഴിഞ്ഞു. പിന്നെ ആ സഭയെക്കുറിച്ചൊന്നും യോഹന്നാന് വെളിപ്പാടിലൊന്നും കൊടുത്തിട്ടില്ല. യോഹന്നാൻ വെളിപ്പാടിലോട്ട് സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. വെളിപ്പാടിലെ പുതിയ നിയമസഭ, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇല്ല. എവിടെ നോക്കിയാലും ഇല്ല. ഉണ്ടെന്നും പറഞ്ഞു ഓരോരുത്തരിപ്പോൾ ഭയങ്കരമായിട്ട് പലതും പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വെളിപ്പാടിലെ യോഹന്നാൻ അങ്ങനെ ഒരു കാര്യം അറിയില്ല. അത് യോഹന്നാൻ ഇങ്ങനെ ഒരു കൃപായുഗത്തിൻ്റെ വാതിൽ തുറന്നതും ഇങ്ങനെ ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ കാര്യം അവർക്ക് ആർക്കും അറിയില്ലെന്നേ. നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ ആകട്ടെ, പത്രോസ് ആകട്ടെ, യാക്കോബാകട്ടെ, ആരെങ്കിലും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉൽപ്രാവണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഈ ജാതികളുടെ ഒരു പ്രത്യേകമായിരിക്കുന്ന രക്ഷാ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇത് അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്നിട്ട് പൗലോസിന് വെളിപ്പെട്ടതാണ്. പൗലോസ് പറയുന്നില്ല, എനിക്ക് വെളിപ്പെട്ട മർമ്മം ദൈവം എന്നിലൂടെ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഞാനിതെല്ലാം വായിക്കുന്നത് അതല്ലല്ലോ നമ്മുടെ വിഷയം എന്നുള്ള ഓർത്താണ് ഞാനത് പറയാത്തത്. അപ്പോൾ ഇവിടെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ സംഭവം നടക്കുമ്പോഴൊന്നും സഭയുടെ യാതൊരു ചിത്രവും ഇല്ല. അവിടെയെങ്ങും സഭയില്ല. അപ്പോൾ ഇവിടെയും നമ്മൾ വായിച്ചത് 1000 ആണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന വിശുദ്ധന്മാർ, യഹൂദന്മാരാണ്. അവരെ കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഈ 7 സഭകൾക്ക് സന്ദേശം എഴുതിയില്ലേ വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടക്ക അധ്യായങ്ങളിൽ, 2ഉം 3ഉം അധ്യായങ്ങളിൽ 7 സഭകൾക്ക് സന്ദേശം എഴുതി. അപ്പോൾ അവരോടും പറഞ്ഞത് എന്താണെന്നറിയാമോ? അത് യഹൂദന്മാരുടെ സഭയാണ്. ഈ 7 സഭകൾ, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതേരിയ എന്ന് പറഞ്ഞ 7 സഭകൾ യോഹന്നാൻ അപ്പോസ്തലൻ്റെ ശുശ്രൂഷയുടെ കീഴിലുണ്ടായിരുന്നായിരിക്കുന്ന എഫെസോസ് പട്ടണത്തിന് ചുറ്റുമുള്ളതായിരിക്കുന്ന യഹൂദന്മാരുടെ സഭയാണ്. എന്ന് പറഞ്ഞാൽ യെരുശലേമിലൊരു പ്രശ്നമുണ്ടായപ്പോൾ അവിടെ നിന്ന് ചെതറിപ്പോയി റോമിൻ്റെ പല ഭാഗത്തേക്കും ചെതറിപ്പോയവരെ ഈ എഫെസോസിലും വന്ന് പല സ്ഥലങ്ങളിലായിട്ട് ചെതറിപ്പാർക്കുകയും അവിടെ അവർ ഒരുമിച്ച് ആ യെരുശലേം സഭ, അതായത് യെരുശലേമിലെ കിങ്ഡം ഗോസ്പൽ പ്രസംഗിക്കുന്ന കിങ്ഡം ഗോസ്പലിൻ്റെ കീഴിലുള്ള സഭ ഈ AD 60 ചെതറിപ്പോയിട്ട് ഈ എഫെസോസിൻ്റെയും റോമിൻ്റെ പല ഭാഗങ്ങളിലും ചെതറിപ്പോയി പാർത്തു. അവിടെ പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ കൂട്ടങ്ങളായിട്ട് അവർ ഒരുമിച്ച് കൂടി. യെരുശലേമിൽ അവർ ഒന്നിച്ചായിരുന്നേ, 1000-10,000 പേര് ഒന്നിച്ചായിരുന്നു. എന്നാൽ എഫെസോസിൽ പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ കൂട്ടങ്ങളായി കൂടി. ആ സഭകളിലൊക്കെ ശുശ്രൂഷ ചെയ്ത അതിൻ്റെ മെയിൻ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് യോഹന്നാൻ അപ്പോസ്തലനായിരുന്നു. ഈ യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പാട് കൊടുക്കുമ്പോൾ യോഹന്നാൻ്റെ കീഴിലുള്ളായിരിക്കുന്ന 7 സഭകൾക്കാണ് ഈ സന്ദേശം അയക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് അവരോട് യഹൂദന്മാരുടെ സഭയോട് പറയുന്നതാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ അത്രയും മനസ്സിലായെങ്കിൽ ഞാൻ അതിൽ നിന്നൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാമേ. 2-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, തുയതൈരയിലെ സഭയ്ക്ക് എഴുതുക എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞെന്തറിയാവോ? ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ആർക്ക് അധികാരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാരുടെ യേശുക്രിസ്തുവിനെ മശിഹയായിട്ട് അംഗീകരിച്ച കിങ്ഡം ഗോസ്പലിൽ വിശ്വസിച്ചായിരിക്കുന്ന യഹൂദന്മാരുടെ സഭയ്ക്ക് ആ വിശുദ്ധന്മാർക്ക് അധികാരം കൊടുക്കും. അവർ ലോകത്തെ വാഴും, അവർ ജാതികളെ ഭരിക്കും, അവരാണ് 1000 ആണ്ട് ലോകത്തെ വാഴുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്യങ്ങളൊക്കെ വായിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമേ. ഒരൊറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. സങ്കീർത്തന പുസ്തകം 47-ാം അധ്യായത്തിലേക്ക് വരാം. സങ്കീർത്തന പുസ്തകം 47 സങ്കീർത്തനം 47-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, 3-4, അവൻ ജാതികളെ നമ്മുടെ കീഴിൽ. ഈ സങ്കീർത്തനമൊക്കെ എഴുതിയത് യഹൂദന്മാരുടെ പുസ്തകമെന്ന് അറിഞ്ഞുകൂടെ? സങ്കീർത്തനമൊക്കെ നമ്മളൊന്നും അന്നില്ലല്ലോ, നമുക്ക് വേണ്ടി എഴുതിയതല്ലല്ലോ. എന്നിട്ടും പറയും സങ്കീർത്തനത്തിൽ മുഴുവൻ വാക്തത്വങ്ങളും നമുക്കാന്ന് പറയും ആൾക്കാർ. എന്ത് ചെയ്യാനാ? ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ മടുത്തു പോകുക എന്നല്ലാതെ. നിങ്ങൾ ഓർക്കുക, ഇവിടെ പറയുന്നത് അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലും ആക്കുന്നു.
ആരാ പറയുന്നത്? സങ്കീർത്തനക്കാരനായിരിക്കുന്ന കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ ജാതികളെ നമ്മുടെ കീഴിലും എന്ന് ആരായി പറഞ്ഞത്? യഹൂദന്മാരായി പറയുന്നത്. ആ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലും ആക്കുന്നു. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നു, താൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. അവൻ നമുക്ക് നമ്മുടെ അവകാശം, അതാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അവർക്കൊരു ലാൻഡ് ദൈവം പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ രാജ്യം അവർക്ക് പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. അവിടെ അതാണ് തലസ്ഥാനം. കർത്താവ് 1000 ആണ്ട് വാഴുമ്പോൾ തലസ്ഥാനം അതാണ്. അവിടെ ഇരുന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ വാഴുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ പറയുകയാണ്, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നു, താൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. ഇത് വായിച്ചിട്ടും ഇന്നത്തെ ക്രിസ്ത്യാനികൾ പറയും, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നു, താൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ എന്ന് പറഞ്ഞിട്ട് പറയും, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം എന്ന് പറയും. പറയുന്നതിൽ തെറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ തെറ്റുണ്ട്. തെറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കുറ്റമായി പോവില്ല, തെറ്റുണ്ട്. അതുകൊണ്ട് ഈ പറയുന്നത് ഇതൊന്നും നമ്മളോട് പറഞ്ഞതല്ല, ഇതൊക്കെ യഹൂദ പശ്ചാത്തലത്തിൽ അവർ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ പറയുകയാണ്, അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലും ആക്കുന്നു. അപ്പോൾ ആരെ ലോകത്തെ വാഴുന്നത്, ആരെ ലോകത്തെ ഭരിക്കുന്നത്? ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. യഹൂദൻ അവൻ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച നമ്മുടെ വിഷയം എന്താ മറന്നു പോകരുത്, സഹസ്രാബ്ദ വാഴ്ചയും പുതിയ ഭൂമിയും. ഈ വിഷയമാണ് ഞാൻ തുടർച്ചയായിട്ട് കുറച്ച് വീഡിയോകളിലൂടെ പറയുന്നു. ഒന്നാമതായിട്ട് പറഞ്ഞ ആരാണ് 1000 ആണ്ട് സഹസ്രാബ്ദ വാഴ്ച എന്ന് പറഞ്ഞാൽ 1000 ആണ്ട്. 1000 ആണ്ട് വാഴ്ചയിൽ ആരാണ് ലോകത്തെ വാഴുന്നത്, ഭരിക്കുന്നതെന്ന് പറഞ്ഞു. അത് ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന തൻ്റെ ജനമായിരിക്കുന്ന യഹൂദന്മാരാണെന്ന് പറഞ്ഞു. അവിടുത്തെ രാജാവ് ആരാണെന്ന് പറഞ്ഞു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിന് കീഴിൽ ലോകത്തിലുള്ളതായിരിക്കുന്ന യഹൂദന്മാർ 1000 ആണ്ടിൽ ലോകത്തെ വാഴും എന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് വാഗ്ദത്തം ചെയ്തു ഒരു ഭൂമി, അതാണ് പ്രോമിസ് ലാൻഡ്. ഇന്നത്തെ ഇസ്രായേൽ, ഇന്നത്തെ അല്ല, ഒരു വലിയൊരു ഏരിയ അവർക്ക് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് രാജാവിനെ, നിത്യരാജാവിനെ കൊടുക്കുമെന്ന് പറഞ്ഞു. ആ രാജാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അവരാണ് രാജാക്കന്മാർ, യഹൂദന്മാരാണ് രാജാക്കന്മാർ, അവരാണ് രാജകീയ പുരോഹിതവർഗം എന്ന് ഞാൻ പറഞ്ഞു. അവർ വാഴുന്നതായിരിക്കുന്ന കാലഘട്ടമാണ് 1000 ആണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കും അതിൽ സംശയം ഉണ്ടാകുകയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സ്വർഗരാജ്യത്തിൻ്റെ പദ്ധതി അന്നേ കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു. അതിനുവേണ്ട കർത്താവ് വന്നത്. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാം? യഹൂദന്മാരായിരിക്കുന്നവർ, അതായത് പ്രമാണിമാർ, യഹൂദന്മാരുടെ മതനേതാക്കന്മാർ, പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, അങ്ങനെയുള്ളവരെല്ലാം കർത്താവിനെയും അപ്പോസ്തലന്മാരെയും എല്ലാം തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ദൈവം ആ പ്രോഗ്രാം ഹോൾഡ് ചെയ്തു, താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. നിർത്തിക്കളയാനൊന്നും പറ്റില്ല. അത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്, അങ്ങനെ നിർത്തിക്കളയാനൊന്നും പറ്റില്ല. അപ്പോൾ പ്രോഗ്രാം താൽക്കാലികമായിട്ട് ഹോൾഡ് ചെയ്തു. അതിനുശേഷം ഉയരത്തിലേക്ക് പോയ കർത്താവ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ വിളിക്കുകയും പുതിയൊരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുതിയൊരു യുഗം തുറക്കുകയും ചെയ്തു. ആ യുഗത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടായിരിക്കുന്ന ജനമാണ് നമ്മളൊരു പുതിയ ഗണമാണ്. അത് മനസ്സിലാക്കണം. ഈ കൃപായുഗം എന്ന് പറയുന്നതായിരിക്കുന്ന യുഗം തുറന്നു. ഈ കൃപായുഗം അവസാനിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉൽപ്രാവണത്തിൽ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? വീണ്ടും നിർത്തിവെച്ചായിരിക്കുന്ന യഹൂദൻ എന്ന പ്രോഗ്രാം തുടങ്ങുകയും കർത്താവ് വീണ്ടും അവരോട് ഇടപെടുകയും അന്ന് കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവർ അംഗീകരിച്ചിരുന്നെങ്കിൽ, കർത്താവിനെയും ശിഷ്യന്മാരെയൊക്കെ അംഗീകരിച്ചിരുന്നെങ്കിൽ അവർ തുടർന്ന് കടക്കേണ്ടിയിരുന്നത് മഹാപീഡനം എന്ന 7 വർഷത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിലേക്കായിരുന്നു. ആ ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞ് 1000 ആണ്ടിലേക്ക് നേരിട്ട് അവർ പോകുമായിരുന്നു. എന്നാൽ അവരുടെ പ്രോഗ്രാം നിർത്തിവെച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ സഭ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്നില്ലേ, റോമാലേഖനം 11 അധ്യായത്തിൻ്റെ 25 വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കേണ്ടതിന് ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. അടുത്ത സ്റ്റെപ്പാണ് ഏത്? ഈ സഭയുടെ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ ഈ സഭ ഉൽപ്രാവണത്തിൽ കർത്താവിനോട് ചേർക്കപ്പെടും. നമ്മൾ ഉൽപ്രാവണത്തിൽ കർത്താവിനോട് സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടും. അത് കഴിഞ്ഞാൽ വീണ്ടും ജാതികളോട് ദൈവം ഇടപെടും, യഹൂദന്മാരോട് ദൈവം ഇടപെടും. യഹൂദന്മാരോട് ദൈവം ഇടപെട്ടിട്ട് ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ദൈവത്തിൻ്റെ പദ്ധതി ആ ഇസ്രായേൽ എന്നുള്ളത് നീക്കിക്കളയാൻ പറ്റില്ലെന്നേ. അപ്പോൾ അങ്ങനെ അത് തുടങ്ങിക്കഴിഞ്ഞ് പിന്നീട് മഹാപീഡനം വരുന്നു. യഹൂദന്മാരെ ശുദ്ധീകരിക്കുക എന്നുള്ള മുഖ്യ ഉദ്ദേശം മഹാപീഡനം വരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും?
സംഭവിക്കുന്നു? 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നു. കർത്താവ് അവർക്ക് വേണ്ടിയിട്ടാണ് ഒലിവ് മലയിലേക്ക് വരുന്നത്. കർത്താവ് 1000 ആണ്ട് വാഴാനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. കാര്യം മനസ്സിലായോ? അപ്പോൾ 1000 ആണ്ട് വാഴ്ച ആരാണ് വാഴുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് ആർക്കുള്ള വാഗ്ദത്തമാണ്? നിങ്ങൾക്ക് ഒന്നാമത്തെ വിഷയം മനസ്സിലായില്ലേ? അത് യഹൂദന്മാരാണ് 1000 ആണ്ട് വാഴുന്നത്, നമ്മളല്ല. നമ്മളെന്നും സ്വർഗത്തിൽ വാഴുന്നവരാ. നമ്മുടെ പദവിയും നമ്മുടെ സ്ഥാനവും നമ്മുടെ സകല മഹത്വവും യഹൂദന്മാരെക്കാളും വലിയ മഹത്വമായിട്ടോ ആണോ നമുക്കുള്ളത്. 1000 ആണ്ട് വാഴ്ചയൊന്നും കണക്കൂട്ടണ്ട. അതിനേക്കാൾ ഈ പ്രപഞ്ചം മുഴുവൻ വാഴുന്ന അധികാരമാണ് നമുക്കുള്ളത്. നമ്മളെന്നും സ്വർഗത്തിനുള്ളവരാ. ദൈവത്തിന് ഈ 2 പദ്ധതി ഉണ്ടെന്നേ. ഭൂമിയെ വീണ്ടെടുക്കുന്ന പദ്ധതിയും സ്വർഗത്തെ വീണ്ടെടുക്കുന്ന പദ്ധതിയും. ഈ 2 പദ്ധതിക്ക് വേണ്ടിയിട്ട് 2 കൂട്ടം ജനങ്ങളെയും തിരഞ്ഞെടുത്തു. ഇതൊക്കെ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ അടുത്ത ആഴ്ചയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ്. ഞാനിത് കഴിയുന്നവരെ സഹസ്രാബ്ദ വാഴ്ചയും പുതിയ ഭൂമിയും എന്നുള്ളതായിരിക്കുന്ന വിഷയമായിരിക്കും പറയുന്നത്. ഇത് കേൾക്കാനും പഠിക്കാനും എൻ്റെ പ്രിയമുള്ളവരെ ദൈവം സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.